എടോ, എന്താണ് ഈ ഈസ്റ്റർ? ആദ്യമേ തന്നെ പറയാം, ഇതൊരിക്കലും ഒരു മതമോ ആചാരങ്ങളോ പറയാൻ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ അല്ല കേട്ടോ. മറിച്ച് എല്ലാ ഈസ്റ്ററുകളിലും ഞാൻ മനസ്സിലാക്കുന്ന ആ ഒരു വലിയ റിയലൈസേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ടാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് വെക്ക്. തന്നെ രക്ഷകൻ എന്ന് വരെ വിളിച്ച ഒരു വലിയ ജനത, താൻ സ്വന്തം എന്ന് കരുതി സ്നേഹിച്ച ഒരു ശിഷ്യഗണം, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച യൂദാസ്, ഇവരെല്ലാവരും യേശുവിന് അന്ന് രാത്രി ഒറ്റുകൊടുത്തു, തള്ളിപ്പറഞ്ഞു, കുരിശുമരത്തിൽ വിധിച്ചു. ഒരുപക്ഷെ ജീസസിൻ്റെ ഈ ക്യാരക്ടറിനെ ഇപ്പോൾ ലൈഫിൽ കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്വന്തം എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാർ, നമ്മൾ പ്രിയപ്പെട്ടത് എന്ന് കരുതി വിശ്വസിക്കുന്ന നമ്മുടെ പങ്കാളികൾ, ഇവരെല്ലാവരും ഒരുപക്ഷെ ഒരു പോയിന്റിൽ നമ്മളെന്നെ ഇട്ടിട്ട് പോകും. നമ്മളങ്ങ് ഒറ്റയ്ക്കാവും. ഇതിൽ ചിലരെല്ലാവരും അവരുടെ ആവശ്യമൊക്കെ കഴിഞ്ഞ് അവർക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി അങ്ങ് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും. നമ്മളങ്ങ് ഒറ്റപ്പെടും. അപ്പോൾ ഓർക്കണം, ദൈവപുത്രൻ വരെ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഓർക്കുക, ഒരു നാൾ ദുഃഖത്തിൻ്റെ പാറ പൊട്ടിച്ച് നമ്മളും ഉയർത്തെഴുന്നേൽക്കും. ദിസ് ടു ഷാൽ പാസ്, വി വിൽ ഓൾസോ റൈസ് അഗെയിൻ. പോവാൻ വരട്ടെ. ഡാഡിയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോൾ ആള് പറഞ്ഞൊരു വാചകം കൂടി പറഞ്ഞ് ഞാനങ്ങ് നിർത്തിയേക്കാം. ഈസ്റ്റർ ഇസ് എ സെലിബ്രേഷൻ ഓഫ് സക്സസ്. എത്ര ആൾക്കാരുടെ മുന്നിൽ തോറ്റുപോയാലും ഒരു നാൾ നീയും വിജയിക്കും. ഹാപ്പി ഈസ്റ്റർ.